ഇത് നമ്മുടെ കൊട്ടാരത്തിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കാർഡ്ബോർഡാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഗമ്മ് വേണം, റബ്ബർ ബാൻഡ്സ് വേണം, ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു കളർ തരാം. ആദ്യം നമുക്ക് ഒരു അത്യാവശ്യം സൈസുള്ള ഒരു കാർഡ്ബോർഡ് വേണം. അവിടെ നമ്മളൊരു പെട്ടി, ഒരു ചെറിയൊരു ബോക്സ് നമ്മളിവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 സൈഡും ഇതായിട്ടുള്ള ഒരു ബോക്സ്, അത് ജസ്റ്റ് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളൂ. പിന്നത്തെ കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇത് നമ്മളിതിൻ്റെ ബാക്ക് ഭാഗം കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. ഇപ്പം നോക്കൂ, നമുക്ക് ഈ ഇതിൻ്റെ അളവിലാണ് നമ്മൾ തൂണ് പോലെ വെക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഇങ്ങനെ വെച്ച് ജസ്റ്റ് മാറ്റി ഇങ്ങനെ ആക്കിയിട്ട് നമ്മുടെ റബ്ബർ ബാൻഡ്സ് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഇതുമായി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ തന്നെ നിന്നോളും. ഇനിയിപ്പോൾ സെയിം കളർ റബ്ബർ ബാൻഡ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ഗമ്മ് വെച്ചിട്ട് ഉപയോഗിക്കാം. ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞ പോലെ ബാക്കിൽ ഇങ്ങനെ കട്ടാക്കിയിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മളിത് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് ഒരു കൊട്ടാരം ലുക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ജസ്റ്റ് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇതാക്കിയാൽ മതി. പിന്നെ മോൾ ഭാഗം ഹോളായിട്ടിരിക്കില്ല. അപ്പോൾ ആ പോർഷൻ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വെട്ടിയെടുക്കുക. എന്നിട്ട് അത് വെച്ചതിന് ശേഷം ഈ കവറിങ്ങും കൂടെ കൊടുത്തിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നോക്കി, കൊട്ടാരത്തിൻ്റെ തൂണുകൾ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. 2 സൈഡിലായിട്ട് ആദ്യത്തെ 2 പില്ലേഴ്സ് വെച്ചിട്ട് പിന്നത്തെ 2 പില്ലേഴ്സ് ഇങ്ങനത്തെ ഈ ഒരു പൊസിഷനിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ? പിന്നെ നമ്മൾ സാധാരണ പില്ലർ പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് പില്ലർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കോൺ ടൈപ്പ് ഇതുമേ പാകാവുന്ന ടൈപ്പിൽ കോൺ ഏതെങ്കിലും ഗ്ലൂസ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗങ്ങൾ ബാക്കിലോട്ട് പോകാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അത് ഒരെണ്ണം നമ്മൾ ഈ സൈഡിൽ ഇവിടെയായിട്ട് സൈഡുകളൊക്കെ കവർ ചെയ്ത് കൊടുക്കാനായിട്ട് കാർഡ്ബോർഡ് കട്ടിങ്സ് വേണം. ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഒട്ടി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ പോർഷൻ തന്നെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു അല്ലെങ്കിൽ ലുക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇവിടെ ഗം വെച്ച് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് സിമ്പിൾ പരിപാടിയാണ്. ഇത് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് നമ്മൾ വാതിലായിട്ട് കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് ആയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ഒന്നും കൂടെ കൊട്ടാരത്തിനൊന്ന് ലുക്കാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ കാർഡ്ബോർഡിൽ അപ്പോൾ എൻ്റെ ബാക്കിൽ ഗം വെച്ചിട്ട് ജസ്റ്റ് വിൻഡോസ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇത് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിളാണ് അല്ലേ? പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു രാജാവിനെയും 2 ട്രീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. വളരെ സിമ്പിളാണ്, കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.